നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് രാവിലെ 9:30 കൂടി ഈ കാണുന്ന ക്യാൻഡിലാണ് ഫസ്റ്റ് ട്രേഡ് എൻട്രി എടുക്കുന്നത്. അതിൻ്റെ കാരണം ഞാനൊന്ന് പറയാം. ഇന്ന് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്ത് ഇവിടെയായിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് ഫില്ലിംഗ് നടത്തി, മാർക്കറ്റ് താഴ്ത്തു വന്നു ഈ ഒരു സപ്പോർട്ട് ലൈനിനെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം തിരിച്ച് നെക്സ്റ്റ് ക്യാൻഡിലിൽ തന്നെ തിരിച്ച് ആ സപ്പോർട്ട് ലൈനിന് മുകളിൽ ഈ റെഡ് ക്യാൻഡിലിന് റിവേഴ്സ് ചെയ്യുവാണ്. ആ സമയത്ത് നമ്മൾ അവിടുന്ന് എൻട്രി എടുക്കുമായിരുന്നു. കാരണം അവിടുന്ന് ഒരു എൻട്രി വളരെ നല്ല എൻട്രി ആയിട്ട് തോന്നിയത് കൊണ്ട് തന്നെ അവിടുന്ന് നമ്മൾ എൻട്രി എടുത്തു. പക്ഷേ 9:30 എടുത്ത ആ ട്രേഡ് ഇപ്പോഴും നമ്മൾ 2:50 ആയപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ഏകദേശം 3 മണി 3:10 വരെ നമ്മൾ ഈ ട്രേഡിൽ വെയിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. 3 മണിയോ 3:10 ആകുമ്പോൾ നമ്മൾ എക്സിറ്റ് എടുക്കും. അതിപ്പോൾ പ്രോഫിറ്റ് ആയാലും ശരി, ലോസ് ആയാലും. ഇന്നതിന് ശേഷം 1:1 മാർക്കറ്റ് ടച്ച് ചെയ്തിരുന്നു. പക്ഷേ 1:2 മാർക്കറ്റ് എത്തിയിരുന്നില്ല. 1:3 നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടു, നമ്മൾ 1:1 ട്രയൽ ചെയ്തു, 1:2 ട്രയൽ ചെയ്തു. നമുക്ക് 1:1 2 കിട്ടിയപ്പോൾ മാർക്കറ്റ് 1:4 5 ഒക്കെ മൂവ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഫുൾ മൂവ് നമ്മൾ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത് ഫുള്ളായിട്ട് എടുക്കാമെന്നൊരു കണക്കൂട്ടിൽ നിന്നു. അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്തില്ല. ആ ഒരു അവസ്ഥയാണ് ഇന്ന് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ 1:1 ടച്ച് ചെയ്തതിന് ശേഷം പിന്നെ മാർക്കറ്റ് താഴോട്ട് പോരുമായിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിട്ടില്ല. ഇപ്പോഴും ജസ്റ്റ് പോസിറ്റീവിൽ നിൽക്കുവാണ്. അപ്പോൾ കുഴപ്പമില്ല. ഈ ട്രേഡിൻ്റെ ബ്രോക്കറേജ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു 24 രൂപ നമുക്ക് ബ്രോക്കറേജ് ആയിട്ട് വരും. അപ്പോൾ എബോ ഒരു 24 റുപ്പീസ് പ്രോഫിറ്റിൽ വന്നു കഴിഞ്ഞാലാണ് നെറ്റ് നമുക്ക് ഈ ട്രേഡ് ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാതെ എക്സിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇനിയിപ്പോൾ അധികം സമയമില്ല. നമുക്ക് 2:52 അപ്പോൾ 3 മണി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3:10 കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബ്രോക്കർ ഇപ്പോൾ ഫയേഴ്സാണ് വരുന്നത്. അപ്പോൾ ഫയേഴ്സിൻ്റെ ടീം അവർ തന്നെ നമ്മുടെ ട്രേഡ് എക്സിറ്റ് ചെയ്യും. കാരണം നമ്മൾ ഇൻട്രാഡേ ട്രേഡാണ് എടുത്തേക്കുന്നത്, ബൈ ആൻഡ് ഹോൾഡിന് വേണ്ടിയല്ല എടുത്തേക്കുന്നതെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബൈ ആൻഡ് ഹോൾഡ് അല്ലാതെ എടുത്തേക്കുന്ന എല്ലാ ട്രേഡുകളും നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറേണ്ടതുണ്ട്. അത് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറിയില്ലെങ്കിൽ നമ്മുടെ ബ്രോക്കർ ആരാണോ അവരത് എക്സിറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് അതിനൊരു ചാർജും കൂടിയുണ്ട്. ഒരു 50 റുപ്പീസ് ബ്രോക്കർ ചാർജും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് 2 രീതിയിൽ ട്രേഡ് എടുക്കാം. ഇത് ട്രേഡ് മീൻസ് ഇന്ന് നമ്മൾ വാങ്ങിച്ചു ഇന്ന് തന്നെ വിൽക്കുന്നു. ഇത് ഇൻവെസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വാങ്ങിച്ച് ഇന്ന് വിൽക്കണമെങ്കിൽ ഇന്ന് വിൽക്കാം, അതല്ല നാളെ വിൽക്കണമെങ്കിൽ നാളെ വിൽക്കാം, അല്ല എപ്പോഴാണോ നമുക്ക് വിൽക്കാൻ തോന്നുന്നത് അപ്പോൾ വിൽക്കാം. എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ വാങ്ങിച്ചത് 70 ക്വാണ്ടിറ്റിയാണ്. ഏകദേശം ഒരു 4450 രൂപയാണ് നമുക്ക് ചിലവ് വന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റുമില്ല ലോസുമില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ നിൽക്കുവാണ്. നമുക്കപ്പോൾ 3 മണിയോ 3:10 വരെയോ നമ്മൾ മാക്സിമം വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്താണോ സംഭവിക്കുന്നത് ആ ഒരു ഇതിൽ നമ്മൾ എക്സിറ്റ് എടുക്കും. അപ്പോൾ അതിനുള്ളിൽ ഇനിയിപ്പോൾ നമ്മുടെ 1:3 ടാർഗറ്റ് വന്ന് ഹിറ്റ് ചെയ്യുമെന്നൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും പോകട്ടെ, എന്നാൽ 1:1 എങ്കിലും വന്നാൽ നമുക്ക് കിട്ടാൻ പാകത്തിന് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം. 322 രൂപ 55 പൈസയിലേക്ക് നമുക്കൊന്ന് ട്രയൽ ചെയ്ത് വയ്ക്കാം. 322 രൂപ 55 പൈസ. അപ്പോൾ നമ്മളിത് മോഡിഫൈ ചെയ്യുവാണ്. മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് അത് റീസെറ്റ് ചെയ്യും. മോഡിഫൈ ചെയ്യാനുള്ള ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പോൾ അത് കൺഫേം ആയി. അപ്പോൾ മാർക്കറ്റ് ക്ലോസിങ്ങിനോട് അടുത്ത കൊണ്ടായിരിക്കും അത്രയൊരു സമയം എടുത്തത്. ഇനിയിപ്പോൾ ഇവിടം വരെയെങ്കിലും വന്നാൽ നമുക്കൊരു പോർഷൻ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ അവസ്ഥ, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും 3 മണി 3:10 കൂടെ നമ്മൾ എക്സിറ്റ് എടുക്കും. അപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് പോസ് ചെയ്യുവാണ്, ബാക്കി നിങ്ങളെ അറിയിക്കാം. നമുക്ക് എക്സിറ്റ് എടുക്കാനുള്ള സമയമാകുന്നു. മാർക്കറ്റ് ഒരു ക്യാൻഡിൽ ജസ്റ്റ് ജമ്പ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. നല്ലൊരു മൂവ് മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് 1 മിനിറ്റിൽ തന്നെ 169K അതിൻ്റെ വോളിയവും വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ടാർഗറ്റ് അടിക്കുമോ എന്ന് ജസ്റ്റ് ഒന്ന്
വെയിറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 1 മിനിറ്റ് മുകളിലേക്കാണെങ്കിൽ പിന്നീട് താഴത്തേക്ക് പോരാനുള്ളൊരു സാധ്യത നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ സംഭവിക്കില്ലെന്ന് നമുക്കറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഓർഡർ വെച്ചത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് കയറ്റിയിടാം. ഈ ക്യാൻഡലിൻ്റെ താഴത്തേക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ വെച്ച് കൊടുക്കാം. 321.15. ക്യാൻഡിൽ അത്യാവശ്യം നല്ല വോളിയം വന്നിട്ടുണ്ട്. ടാർഗറ്റിലേക്ക് പോയി ഹിറ്റ് ചെയ്യുമോ എന്നറിയത്തില്ല, കാരണം ഇവിടെ കൊണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും തൊട്ടടുത്തായതുകൊണ്ട് ബാക്ക് ടു ബാക്ക് ഹിറ്റ് ചെയ്താൽ അത് പണിയാവും. അപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 3:10 വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ക്യാൻഡിൽ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. നമ്മൾ ഇപ്പോൾ ബ്രേക്ക് ഈവന് മുകളിലായിട്ടുണ്ട്. 25 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രേഡ് ബ്രേക്ക് ഈവനാകും. അപ്പോൾ അത് കഴിഞ്ഞു 50 ആയിട്ടുണ്ട്. നമ്മൾ 1:1 ടാർഗറ്റ് റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 322.55. ബാക്കി എന്താണെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ. നമുക്കപ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഈ ഹൈയിൽ മാർക്കറ്റിനൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത് പോലെ തോന്നുന്നു. നല്ല വോളിയം പക്ഷേ വരുന്നുണ്ട്. 611K വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ നമ്മുടെ 1:1 ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് സമയം 3:10 വരെ ഉണ്ട്. 22 ക്ലിയർ ആയാൽ അത് മുകളിലേക്ക് പോകേണ്ടതാണ്. 22 ടച്ച് ചെയ്തിട്ടുണ്ട്. 20,000K ഓർഡർ അവിടെ 20K ഓർഡർ അവിടെ കിടപ്പുണ്ട് 22-ൽ. അതൊന്ന് ക്ലിയർ ആവണം. NSE കാലത്തെ മുതൽ ഇത്രയും നേരം അത് നെഗറ്റീവായിരുന്നു, ഇപ്പോൾ പോസിറ്റീവായിട്ടുണ്ട്. ഇന്നലത്തെ ഡേ ഹൈയെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. സോ നമ്മുടെ സ്റ്റോക്കും അതുപോലെ പോയാൽ നല്ലത്. ടാർഗറ്റ് ഓർഡർ എന്തായാലും ക്യാൻസൽ ചെയ്യുവാണ്. ഇനിയിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ എക്സിറ്റ് എടുക്കാം. അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇതാണ് 1:1 ആണ് ഇവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്, ഈ മഞ്ഞലായി. അവിടെ വരെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ എക്സിറ്റ് എടുക്കാം. നമ്മൾ ഇവിടെ കിടക്കുന്ന സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്ലിയർ ചെയ്യുവാണ്. ഇനി എക്സിറ്റ് എടുക്കാൻ പോവുകയാണ്. ഇല്ലെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഓർഡർ നമുക്ക് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ ക്യാൻഡലിൻ്റെ ലോയിലേക്ക് വയ്ക്കാം. 21.15. സോറി, 20.15 ആണോ? ലോ 21.15 തന്നെയാണ്, പക്ഷെ അങ്ങോട്ട് വയ്ക്കാനായിട്ട് ഓക്കെ.
ഇനിയിപ്പോൾ ഒന്നെങ്കിൽ 1:1 ഹിറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്ത് പോരാം. മാർക്കറ്റ് സ്റ്റക്ക് ആയതാണോ എന്നൊരു സംശയം. നമ്മുടെ ചാർട്ട് അനങ്ങുന്നില്ല. സോ ഓർഡർ ക്യാൻസൽ ചെയ്ത് എക്സിറ്റ് എടുത്തേക്കാം. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ക്ലോസ് ചെയ്യുകയാണ് പൊസിഷൻ. ഓക്കെ, നമുക്കിന്ന് 49 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. സോ നെഗറ്റീവ് അല്ല, നമ്മളുടെ ചാർജസ് കഴിഞ്ഞിട്ട് ബാക്കി ചില്ലറ പ്രോഫിറ്റാണ്. അടുത്ത ദിവസത്തേക്കുള്ള ട്രേഡിനുള്ള ചാർജസ് കിട്ടിയെന്ന് കരുതിയാൽ മതി. അപ്പോൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ഇതാണ്. ഈ വരയ്ക്കുന്ന പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തു 0.5% ആയിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അതിലേക്ക് പിന്നീട് ഒരിക്കലും വന്ന് ടച്ച് ചെയ്തില്ല. അപ്പോൾ ആ ഒരു ഏരിയ നമ്മളൊരു വരയാണ് ഇവിടെ വരച്ചേക്കുന്നതെങ്കിലും നമുക്ക് പൊതുവെ അറിയാവുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രൈസ് ആക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്ന ലൈൻ ആയിരിക്കത്തില്ല. അവിടുത്തെ കുറച്ച് പ്രൈസുകളുടെ ഒരു ഏരിയ ആയിരിക്കും പ്രൈസ് ആക്ഷൻ പോയിൻ്റായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 0.5% നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കുന്നത്. എനിവേ നമ്മുടെ കയ്യിൽ അതേ കളയാനുള്ളൂ, അതുകൊണ്ട് നമ്മൾ 0.5% വെക്കുന്നതാണ്. അപ്പോൾ ആ ഏരിയക്കുള്ളിൽ ഹിറ്റാകുന്ന ഹിറ്റായിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ട്രേഡും കൂടെ അതിപ്പോൾ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല, എന്നാലും ലോസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ കൂട്ടാം. അപ്പോൾ 25 ട്രേഡിൽ 14 ട്രേഡ് പോസിറ്റീവും 11 ട്രേഡ് നെഗറ്റീവും. ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് പ്രോഫിറ്റായിട്ടൊരു 49 രൂപയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 100 ട്രേഡിംഗ് ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ടോട്ടൽ കിട്ടിയിട്ടുണ്ട് അത് മാത്രം നമ്മൾ ആക്ച്വലി നോക്കിയാൽ മതി. സോ ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കപ്പോൾ കാര്യങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വേറൊരു ട്രേഡുമായിട്ട് നമുക്കപ്പോൾ നാളത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.